ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ആവേശകരമായ ടെസ്റ്റ് മുന്നോട്ട് പോവുകയാണ്. രണ്ടാം ദിവസം പൂർത്തിയാക്കിയ ആതിഥേയരായ ഓസ്ട്രേലിയയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 180 റൺസിൽ ഓൾ ഔട്ട് ആയപ്പോൾ മറുപടി ഇറങ്ങിയ ഓസ്ട്രേലിയ 337 റൺസാണ് നേടിയത്. ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സിൽ ഇറങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റിന് 128 റൺസ് എന്ന നിലയിലാണ്. നിലവിൽ ഓസ്ട്രേലിയക്കാൾ 29 റൺസിന് പിന്നിലാണ് ഇന്ത്യയുള്ളത്. ഋഷഭ് പന്തും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് ക്രീസിൽ. ഈ കൂട്ടുകെട്ട് കൂടി പെട്ടെന്ന് പൊളിഞ്ഞാൽ ഇന്ത്യക്ക് ഇന്നിംഗ്സ് തോൽവിയിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. പെർത്തിൽ ജയിച്ച ഓസ്ട്രേലിയയെ ഞെരുക്കിയ ഇന്ത്യക്ക് ആദ്യലീഡിൽ മുട്ടുമടക്കാനാണ് കാണുന്നത്. ഇന്ത്യക്ക് പ്രധാന താരങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ കൈയൊഴിഞ്ഞതിനാൽ ഇന്ത്യ വൻ തോൽവിയാണ് മുന്നിൽ കാണുന്നത്. രണ്ടാം ദിവസം ഇന്ത്യ കളി കൈവിടാൻ ചില കാരണങ്ങളുമുണ്ട്. നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ ദൗർബല്യം തെളിഞ്ഞു കണ്ടത് ട്രാവിസ് ഹെഡിന് ഒരുക്കിയ ഫീൽഡിന്റെ കാര്യത്തിലാണ്. ഹെഡ് കടന്നാക്രമിച്ചാൽ കളിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ വലിയ ഷോട്ടുകളുമായി ഹെഡ് നിൽക്കവേ ഇതിനെ ചെറുക്കാനുള്ള ഫീൽഡിംഗ് രോഹിത് ഒരുക്കിയില്ല. ഷോർട്ട് ബോളുകൾ കൂടുതൽ ഉപയോഗിച്ച് ബൗണ്ടറി ലൈനിലേക്ക് കൂടുതൽ ഫീൽഡർമാരെ വിന്യസിക്കുകയാണ് രോഹിത് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഷോർട്ട് ബോൾ ഹെഡിനെതിരെ അധികം ഉപയോഗിച്ചില്ലെന്ന് തന്നെ പറയാം. ഹെഡ് കത്തിക്കയറുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ രോഹിത്തിന് സാധിച്ചുള്ളൂ. മുഹമ്മദ് സിറാജ് അഗ്രഷനോടുകൂടെ പന്തെറിഞ്ഞത് 140 റൺസിന് ഹെഡിനെ പുറത്താക്കാൻ സാധിച്ചു. 17 ഫോറും 4 സിക്സും ഉൾപ്പെട്ടതായിരുന്നു ഹെഡിൻ്റെ ഇന്നിങ്സ്. എന്തായാലും ഹെഡിനെ പൂട്ടാൻ കൃത്യമായ തന്ത്രമില്ലാതെ പോയത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായെന്ന് പറയാം. ഇന്ത്യയുടെ യുവതാരമായ ഹർഷിത് റാണയെ ഗൗതം ഗംഭീറിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് കളിപ്പിച്ചത്. ആദ്യ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും പിന്നീട് ഹർഷിത് റാണയും നിറമങ്ങി. രണ്ടാം ടെസ്റ്റിൽ തല്ലുകൊള്ളിയായി മാറിയിരിക്കുകയാണ്. 16 ഓവറിൽ 86 റൺസാണ് താഴെ ഇറങ്ങിയത്. ഒരു വിക്കറ്റും നേടാനായില്ല. ഹർഷിത് റാണ ആദ്യ മത്സരത്തിൽ ഓസീസ് താരങ്ങളെ സ്ലഡ്ജ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഹർഷിന്റെ രണ്ടാം ഇന്നിംഗ്സ് ഓസ്ട്രേലിയൻ ബാറ്റർമാർ ആക്രമിച്ച് തന്നെ കളിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഹർഷിത്തിനെ മാറ്റി നിതീഷ് കുമാറിനെ കൂടുതൽ ഓവർ നൽകാൻ രോഹിത് ശ്രമിച്ചില്ല. സ്പിന്നർ എന്ന നിലയിൽ അശ്വിനെ പരിഗണിച്ചതും യുക്തിയായി മനസ്സിലാക്കുന്നില്ല. ബുംറയ്ക്കൊപ്പം ആദ്യ സമയത്ത് നിൽക്കാൻ മികച്ചൊരു ബൗളറില്ലാത്തതും ഇന്ത്യക്ക് തിരിച്ചടിയായി. ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാരെ കടന്നാക്രമിച്ചാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങളും കടന്നാക്രമിക്കുക എന്നായിരുന്നു ഗംഭീറിന്റെ പദ്ധതി. തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ച് ഇന്ത്യക്ക് തുടർച്ചയായിട്ടുള്ള വിക്കറ്റുകൾ നഷ്ടമായി. അതിവേഗ റൺസ് വരുത്താനുള്ള തന്ത്രവും പാളി. ജയ്സ്വാൾ, പന്ത്, നിതീഷ് കുമാർ എന്നിവരെല്ലാം സ്വാഭാവികമായ ആക്രമണ ശൈലിയിൽ കളിക്കുമ്പോൾ KL രാഹുൽ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയെല്ലാം വേരൊരുപ്പിച്ച് കളിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇത് സാധിക്കാതെ പോയതും ഇന്ത്യ വലിയ തകർച്ചയിലേക്ക് തള്ളിവിട്ടു.